ഗൈസ് എല്ലാവർക്കും വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ലുലുവിൽ ക്രിസ്മസ് പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ഇത് ലുലുവിൽ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെയുള്ളൊരു ചെറിയൊരു ഫുഡ് കോർട്ട് പോലത്തെ സംഭവമാണ്. സോ ഇവിടെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ സ്റ്റാളുകളുണ്ട്. ചോക്ലേറ്റിൻ്റെത്, പിന്നെ പോൾസ് ക്രീമറി, അതുപോലെ കുറച്ച് ഫുഡ് സ്റ്റോളുകൾ പുറത്ത് തന്നെ, അതായത് ബൈക്ക് പാർക്കിങ്ങിൻ്റെ, ടൂ വീലർ പാർക്കിംഗ് വരുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്റ്റോളുള്ളത്. നമുക്കിവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ചെറിയ ടേബിൾ, വൈറ്റ് കളർ ടേബിൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ നല്ല കിട്ടിലോ ആയിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റാറുകളും പിന്നെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലുലുവിൽ 50% ഓഫ് സെയിൽ വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാ ഇയേഴ്സും 2 തവണ വരുന്ന സെയിലാണ്. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസിന് വീണ്ടും 50% സെയിൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കുറച്ച് സ്റ്റോളും സംഭവങ്ങളെല്ലാം ലുലുവിൻ്റെ സെൻറ്റർ ഏരിയയിൽ, സ്ഥിരം അവിടെയാണ് വയ്ക്കുന്നത്, സെൻറ്റർ ഏരിയയിൽ അവരിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടോപ്പ് എന്നുള്ളൊരു ലുക്കാണ്. സെക്കൻഡ് ഫ്ലോർ നല്ല കിട്ടില്ല ഒരു ലുക്കാണ് ഈ സ്റ്റാർ തൂക്കിയിരിക്കുന്നതെല്ലാം. അത് ഭയങ്കര ഒരു ഭംഗിയായതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ പ്രത്യേകം എടുത്തത്. ഈ ഒരു ട്രീയിലേക്ക് ഭംഗി അടിപൊളിയായിട്ടുണ്ട്. ഓഫേഴ്സ് 18 മുതൽ 21 വരെയാണ്. അതുകൊണ്ട് തന്നെ ലുലു 2 മണി വരെ ഉണ്ട്, രാത്രി 2 മണി വരെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഡേറ്റ് പറഞ്ഞെങ്കിൽ 18 തൊട്ട് 21 വരെ ഉള്ളൂ. രാത്രി 2 മണി വരെ എന്തായാലും ഷോപ്പ് ഓപ്പൺ ആണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ എല്ലാം ഓഫറുണ്ട്, എല്ലാ വർഷത്തെയും ഓഫർ പോലെ തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പം നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് നല്ലത് കിട്ടും. പിന്നീടായി കഴിയുമ്പോൾ ഇതെല്ലാം പോകും, സ്റ്റോക്ക് ഔട്ടാവും, പിന്നെ കിട്ടത്തില്ല. അപ്പം ഞാൻ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ദിലീപിൻ്റെ ബസ് മൂവി കാണാൻ വേണ്ടിയിട്ട് PVRലോട്ട് വന്നായിരുന്നു. മൂവിയുടെ റിവ്യൂ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മൂവി അത്യാവശ്യം ഒരു ഫാൻ ബേസ്ഡ് മൂവിയാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനത്തെ ഒരു രീതി കണ്ടതുകൊണ്ടാണ്. സോ നിങ്ങളും പോയി കാണണം. ഫുൾ റിവ്യൂ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൽ ഓരോ സംഭവങ്ങളും മനസ്സിലാവും. നെഗറ്റീവ് റിവ്യൂസ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. മൂവി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിലുള്ളതാണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ പോയിരുന്ന് ചിരിക്കുക, നിങ്ങൾക്ക് എൻ്റർടൈൻ ആവുക എന്ന് മാത്രം നോക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.